ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ഓംപ്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഓംപ്ലേറ്റ് ആണ്. അതിനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഉരുളൻകിഴങ്ങ്, സവാള, 2 മുട്ട. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉരുളൻകിഴങ്ങ് നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെറൈറ്റി ഓംപ്ലേറ്റിന് ആവശ്യമായ ഉരുളൻകിഴങ്ങ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നമ്മൾ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഓംപ്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങ്, സവാള, 1 സവാളയാണ് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നത്. 2 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. വലിയ പച്ചമുളകാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് നമ്മൾ വലിയ ഉരുളൻകിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് 1 മുട്ടയും കൂടെ അധികം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. ഓംപ്ലേറ്റ് പൊരിക്കാനായി നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓംപ്ലേറ്റിന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ മുട്ടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വെറൈറ്റി ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.